ഇന്നലെ ആശങ്കപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു, ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു എറണാകുളം കുറുപ്പുംപടിയിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിയത്. ബാലികമാരായ 2 കുഞ്ഞുങ്ങളെ അമ്മയുടെ ആൺ സുഹൃത്ത് പീഡനത്തിന് ഇരയാക്കിയ സംഭവം. ഏതായാലും ആ കേസിൽ അയ്യമ്പുഴ സ്വദേശിയായ യുവാവ് പിടിയിലായിട്ടുണ്ട്, അറസ്റ്റിലായിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഈ പെൺകുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. അമൽനാഥ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തൊരു വാർത്തയായിരുന്നു നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. പക്ഷേ വാർത്ത വന്നു, നമുക്കതിൻ്റെ തുടർക്കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അമൽനാഥ്, ഗുഡ് മോർണിംഗ്. ഏതായാലും നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്തയായിരുന്നു ഇന്നലെ കുറുപ്പുംപടിയിൽ നിന്ന് കേട്ടത്. അമ്മയുടെ സുഹൃത്ത് കുഞ്ഞുങ്ങളെ പീഡനത്തിന് ഇരയാക്കിയ വാർത്ത. ആ കുഞ്ഞുങ്ങളത് അവരുടെ സഹപാഠികളോട് കത്തുകളിലൂടെ പറയുന്നു. അത് പുറം ലോകം അറിയുന്നു. പോലീസ് കേസെടുക്കുന്നു, ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ വിഷയം അമ്മ അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്ന ആക്ഷേപമൊക്കെ കേൾക്കുന്നുണ്ട്. പോലീസ് ഇപ്പോൾ കുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അടുത്ത നീക്കം എങ്ങനെയാണ്? മനു, കുറുപ്പുംപടിയിൽ സഹോദരിമാരായ കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ കഴിഞ്ഞ ദിവസം തന്നെ അതിലെ പ്രധാന പ്രതിയായ അയ്യമ്പുഴ സ്വദേശി ദിനേശിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇതിൽ ഇവരുടെ അമ്മയുടെ പങ്ക് എന്താണ് എന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ രഹസ്യമൊഴി ഇന്നലെ തന്നെ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 164 പ്രകാരമായിരുന്നു ഈ മൊഴി രേഖപ്പെടുത്തിയത്. കാരണം പോക്സോ കേസാണിത്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ണ്ടായിരുന്നത്. എന്നാൽ ഈ മൊഴി നിലവിൽ പോലീസിന് കൈമാറിയിട്ടില്ല. ഈ മൊഴിയിൽ ഈ അമ്മയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അമ്മയുടെ പങ്ക് എന്താണെന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വന്നാൽ മാത്രമേ അമ്മയ്ക്ക് ഈ ഒരു കുറ്റകൃത്യത്തിൽ എത്രമാത്രം പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു തരത്തിലുള്ള കാര്യവും പോലീസ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നില്ല. അതായത് അമ്മയ്ക്ക് ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ പങ്കില്ലയോ അത്തരത്തിൽ ഒരു കാര്യവും വ്യക്തമാക്കിയിട്ടില്ല. ഇനി ഈ മൊഴിയുടെ പരിശോധനയിൽ മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. എന്നാൽ മാത്രമേ ഈ അമ്മയ്ക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏറെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷമായി, അതായത് 2023 ജൂൺ മാസം മുതൽ കഴിഞ്ഞ ഫെബ്രുവരി വരെ ഈ 10ഉം 12ഉം വയസ്സുള്ള പെൺകുട്ടികൾ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പീഡനം നടക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അതിൽ ഒരാൾക്ക് 8 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 10 വയസ്സുമാണ് പ്രായമുള്ളത്. ഇതിൽ മൂത്ത കുട്ടിയെ 10 വയസ്സുള്ള കുട്ടിയായിരുന്നു ആദ്യം പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് സഹോദരിയെ പീഡിപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷം ഈ മൂത്ത കുട്ടിയുടെ സഹപാഠിയുടെ ചിത്രങ്ങൾ ഫോണിൽ കണ്ട ഈ പ്രതി ധനേഷ് അവരെ കൂടി ഇത്തരത്തിൽ വീട്ടിലേക്ക് എത്തിക്കണമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഏറ്റവും അവസാനം ഇത്തരത്തിൽ ഈ ഭീഷണിക്ക് വഴങ്ങിയ കുട്ടി തൻ്റെ സഹപാഠിക്കൊരു കുറിപ്പ് നൽകുകയാണ്. ഈ കുറിപ്പിലാണ് ഇത്തരത്തിൽ തൻ്റെ രണ്ടാനച്ഛനെ നിങ്ങളെ ഒന്ന് കാണണം, വീട്ടിലേക്ക് വരണമെന്ന് സൂചിപ്പിച്ചത്. ഈ കുറിപ്പ് അധ്യാപികയ്ക്ക് കിട്ടിയതോടുകൂടിയാണ് ഈ ഒരു സംഭവം പുറത്തേക്ക് വന്നത്. അധ്യാപിക പരാതി നൽകിയതോടെ പോലീസ് അന്വേഷണവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിൻ്റെ ഒരു മോശം സാഹചര്യം ഉപയോഗപ്പെടുത്തി കുടുംബത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ഈ പ്രതിയായ ധനേഷ്. ഒരു രണ്ടാനച്ഛൻ എന്ന രീതിയിലായിരുന്നു ഈ കുട്ടികളോടൊക്കെ തന്നെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതായത് ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് ഈ കുട്ടികളുടെ അച്ഛൻ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന സമയം ആശുപത്രിയിലൊക്കെ പോകുന്നതിന് വേണ്ടി കുട്ടികളുടെ അമ്മ ധനേഷിനെ ആയിരുന്നു പലപ്പോഴും സഹായത്തിന് വിളിച്ചിരുന്നത്. പിന്നീട് ഇവരുടെ അച്ഛൻ മരിക്കുന്നു. പിന്നീട് ഈ ഒരു സൗഹൃദം അത് മറ്റൊരു ബന്ധത്തിലേക്ക് എത്തുന്നു. എല്ലാ ആഴ്ചയിലും 2 ദിവസങ്ങൾ, ശനി ഞായർ ദിവസങ്ങളിൽ ഈ ധനേഷ് ഈ വീട്ടിലെ നിത്യസന്ദർശകനാകുന്നു. അത്തരത്തിൽ ആ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നു. അത് മുതലാക്കിയെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടികളെ തുടർച്ചയായി പീഡനത്തിന് ഇരയാക്കിയത്. പിന്നീട് ഇവരുടെ സഹപാഠികളെ കൂടി വീട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണത് അധ്യാപിക അറിയുകയും ഈ വിവരം പുറംലോകം അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അമ്മയുടെ പങ്ക് മനസ്സിലാക്കണം. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഒരു കുറ്റകൃത്യത്തിൽ അമ്മയുടെ പങ്ക് വ്യക്തമാകുകയുള്ളൂ. അങ്ങനെ അമ്മയുടെ പങ്ക് വ്യക്തമായാൽ തുടർ നടപടികളിലേക്ക് കടക്കും. മനു, അല്ല, ഇവിടെ മറ്റൊരു വാളയാറമ്മ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ പൊതുസമൂഹം ഒട്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയായിരിക്കില്ല അത്, അമല്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ എങ്കിൽ പോലും നിലവിൽ പുറത്തു വന്ന വിവരങ്ങളും സാഹചര്യങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിൽ സംശയിക്കപ്പെടേണ്ട ഒരുപാട് വസ്തുതകൾ നിലവിലുണ്ട്. ആ കുഞ്ഞുങ്ങൾ തുടർച്ചയായി പീഡനത്തിന് ഇരയാകുന്നു. ഒടുവിൽ സഹപാഠിയെ വിളിച്ചുകൊണ്ട് വരണം എന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തി ആ കുറിപ്പ് സഹപാഠിക്ക് നൽകുന്നു. അത് അധ്യാപികയുടെ കയ്യിലെത്തുമ്പോഴാണ് ഈ സംഭവം പുറലോകം അറിയുന്നത്. ഒരിക്കൽ പോലും അവർ ആ അമ്മയോട് പരാതി പറഞ്ഞിട്ടുണ്ടാകില്ല. ഇത്രയധികം പ്രശ്നങ്ങൾ നേരിട്ടിട്ടും
എന്ന ചിന്ത ഉയർന്നു വന്നാൽ അതിനെ തെറ്റു പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. മനു ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു കേസ് പുറത്തു വന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു സംഭവം നമ്മളൊക്കെ അറിഞ്ഞതോടുകൂടി ഏറ്റവും ആദ്യം മനസ്സിൽ വന്നത് ഈ വാളയാറെ ആ ഒരു കേസ് തന്നെയായിരുന്നു. എന്തു തന്നെയാലും ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലേക്ക് ഇനി ഒരു കാര്യങ്ങളും എത്തിച്ചേരാതിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ പങ്ക്, അതായത് ഈ കഴിഞ്ഞ 2 വർഷം 2023 മുതൽ ഈ 2025 ഫെബ്രുവരി വരെ ഈ കുട്ടികൾ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാവുകയാണ്. അത് മറ്റെവിടെയും വെച്ചല്ല, ഈ കുട്ടികൾ താമസിക്കുന്ന, കുട്ടികളും അമ്മയും താമസിക്കുന്ന ഈ ഒരു വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ 2 കുട്ടികളും പീഡനത്തിന് ഇരയായിട്ടുള്ളത്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഇത്തരത്തിൽ മോശമായൊരു സാഹചര്യത്തിൽ എന്ത് തന്നെയായാലും കുട്ടികൾ ഒരു പക്ഷേ അത് ആദ്യം പറയുക, ആ അമ്മ ഈ കുട്ടികളുടെ ഏത് സമീപനമാണ് സ്വീകരിച്ചതെങ്കിൽ പോലും ഈ കുട്ടികൾ ആദ്യം അത് പറയുക ഈ അമ്മയോട് തന്നെയായിരിക്കും. അത്തരത്തിൽ ആലോചിക്കുമ്പോൾ ഈ അമ്മ മുന്നേ തന്നെ ഇത് അറിഞ്ഞിരിക്കില്ലേ എന്ന വലിയൊരു ചോദ്യം തന്നെ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ അറിഞ്ഞിട്ട് ഈ തൻ്റെ ആൺസുഹൃത്തിനെ സംരക്ഷിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായി ഇത് പുറത്തു പറയാതിരുന്നതാണോ എന്ന വലിയ ഒരു ആശങ്ക തന്നെയാണ് നിലവിൽ ഉള്ളത്. എന്തു തന്നെയായാലും നമുക്കതിൻ്റെ വ്യക്തതകൾ പുറത്തു വരാതെ നമുക്കതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഒരിക്കലും നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ആക്ഷേപം ഉന്നയിക്കുന്നതുമില്ല. പക്ഷേ നമ്മുടെ മുൻപിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുക മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തത്. ഒരിക്കലും അടച്ചാക്ഷേപിക്കാൻ നമ്മളില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇനിയൊരു വാളയാറമ്മ ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെ ആകാതിരിക്കട്ടെ ഈ സംഭവം എന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ്. മനു, തീർച്ചയായും അത്തരത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഒരു വാളയാറമ്മ ഉണ്ടാകാതിരിക്കട്ടെ. എന്ത് തന്നെയായാലും നിലവിലിപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ കുട്ടികളുടെ മൊഴി കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ രേഖപ്പെടുത്തി. അതിനുശേഷം കുട്ടികളെ ശിശു സമിതിയുടെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയാണ്. കുട്ടികൾക്ക് നിലവിൽ ഇപ്പോൾ എക്സാമാണ് ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം വിശദമായ അന്വേഷണത്തിലേക്കും പരിശോധനകളിലേക്കും അടക്കം കടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മൊഴി പരിശോധിച്ച് ആ പോലീസിന് കൈമാറി അതിൽ എന്തൊക്കെയാണ് സൂചിപ്പിച്ചത്, ഈ അമ്മയുടെ പങ്കുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനകൾക്ക് ശേഷം തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. ശരി, നമുക്ക് നോക്കാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഏറ്റവും ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാനുള്ളത് വാളയാർ പോലെ ആകല്ലേ ഈ സംഭവം എന്ന് മാത്രമാണ്. കാരണം അങ്ങനെ ആവാതിരിക്കട്ടെ. അതുണ്ടാക്കിയ ഒരു വേദന ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചവരൊക്കെ ഇപ്പോഴും തല ഉയർത്തി നമ്മുടെ മുന്നിലൂടെ നടക്കുന്നുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. അതിൻ്റെ അന്വേഷണം വളരെ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും സത്യാവസ്ഥ പുറത്തു വരികയും ചെയ്യട്ടെ. കുട്ടികളുടെ രഹസ്യമൊഴി എന്തായാലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞതനുസരിച്ച് അതിലെ തുടർ കാര്യങ്ങൾ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകും. നമുക്കറിയില്ല എന്താണ് അതിൻ്റെ വസ്തുതയെന്ന്. അതുകൊണ്ട് തന്നെ അടച്ചാക്ഷേപിക്കാനില്ല. വസ്തുതകൾ പോലീസ് മനസ്സിലാക്കി എത്രയും വേഗം അതിൻ്റെ സത്യാവസ്ഥ പുറം ലോകത്തേക്ക് എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.